നമ്മുടെ കപ്പിത്താൻ ഇപ്പോൾ സന്തോഷിക്കുകയാണ്. കാരണം ഈ കപ്പൽ ആടി ഉലയുന്നില്ല, ഇതിനൊരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താൻ ഇപ്പോൾ വലിയ ശക്തി കിട്ടിയിരിക്കുകയാണ്. ശക്തി കൊടുത്തതോ കോൺഗ്രസ്സുകാർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ കിട്ടിയിട്ടുമുണ്ട്. 2-3 തവണ MLA ആയിരുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു, കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ പദവി അലങ്കരിക്കുന്നു. എന്നാലും കോൺഗ്രസിനിട്ടൊരു കുത്ത്, പാലൊടി രവി. അപ്പോൾ LDF ഇപ്പോൾ വലിയൊരു ആവേശഭരിതരായിരിക്കുകയാണ്. ഏതായാലും LDF 3-ാം തവണ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് തന്നെ സമ്മതിച്ചല്ലോ. അങ്ങനെ LDF വീണ്ടും അധികാരത്തിൽ വരും എന്ന് കോൺഗ്രസ് സമ്മതിച്ചിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഏതാണ്ട് പുറപ്പെടാനായിട്ട്, LDFൽ നിന്ന് UDFലേക്ക് പുറപ്പെടാനായിട്ട് കൂടും കുടുക്കയൊക്കെ എടുത്തുകൊണ്ട് തയ്യാറെടുത്ത് വരികയാണ് നമ്മുടെ ജോസ് കെ മാണി. അദ്ദേഹം ഇപ്പോൾ അതെല്ലാം കൂടെ താഴെ വെച്ചിരിക്കുകയാണ്. കാരണം ഇത് പിരിച്ചുവിടാൻ പോവുകയാണ്. UDF പിരിച്ചുവിടാൻ പോകുന്നു. അവിടെ ഉള്ളവരൊക്കെ തന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചേർന്നോളാൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ AK ആൻ്റണി വലിയ സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ നല്ല ഒരു കമ്പനി പോയി ചേർന്നല്ലോ. ഒരു കമ്പനി പൂട്ടിക്കെട്ടാൻ പോകുമ്പം അടുത്ത വേറൊരു കമ്പനി പോയി ചേർന്നല്ലോ. എപ്പോഴും അവരവരുടെ മക്കളെക്കുറിച്ച് ആലോചിക്കും. ഒരു ഉയർന്ന കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. അതിൽ AK ആൻ്റണി സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോസ് കെ മാണി, കുഞ്ഞുമാണി സംഘമൊക്കെ 2021-ലാണ് ഈ LDFലേക്ക് പോയത്. LDFൽ ചെന്നുകൊണ്ട് പിന്നെ നേട്ടമൊന്നും ഉണ്ടായില്ല എന്ന് ജോസ് കെ മാണി പറയുന്നുണ്ട്. അതൃപ്തനായിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നു. ഇവിടുന്ന് പോകുമ്പോൾ ഒരു രാജ്യസഭാ അംഗത്വം ഉണ്ടായിരുന്നു, അത് ഊരി അവരെ തന്നെ ഏൽപ്പിച്ചിട്ട് പോയി. അവിടെ ചെന്നു, പാലയിൽ നിന്ന് മത്സരിച്ചു. പാലയിൽ 8 നിലയിൽ പൊട്ടി. പക്ഷേ രാജ്യസഭാ സീറ്റ് കൊടുത്തു. ചിലപ്പോൾ അതും 2026 അതിൻ്റെ കാലാവധിയും തീരുകയാണ്. അപ്പോൾ ജോസ് കെ മാണിക്ക് എന്തെങ്കിലുമൊക്കെ അധികാരമില്ലാതിരിക്കാനും പറ്റത്തില്ല. ജോസ് കെ മാണി ഒന്നാമത് ഈ ജനിച്ചു വീണ നാൾ മുതൽ ഈ കൊടിവെച്ച കാറാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ കൊടിവെച്ച കാറുമില്ല. പാർട്ടിയിലുള്ള ഒരാൾ കൊടിവെച്ച കാറിൽ പോകുന്നുണ്ട്, റോഷി അഗസ്റ്റിൻ. പക്ഷേ ആ റോഷി അഗസ്റ്റിൻ ആ കൊടിവെച്ച കാറുമായിട്ട് കരിങ്ങോഴയ്ക്കൽ തറവാട്ടിലൊന്ന് കയറുന്നു പോലുമില്ല. അതുകൊണ്ട് ജോസ് കെ മാണി അങ്ങനെ അതൃപ്തനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നാമ്പുറ ചർച്ചകളൊക്കെ വേണ്ടുവോളം നടന്നു. ലീഗ് ജോസ് കെ മാണിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. പണ്ട് KM മാണി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരള കോൺഗ്രസ് ഒരു സുന്ദരിയാണ്, അവളുടെ പിന്നാലെ പല ആണുങ്ങളും ചുറ്റിക്കറങ്ങുന്നുണ്ട്. ശരിയാണ്. ഏത് ഭരണം വരുമ്പോഴും അതിനകത്ത് കേരള കോൺഗ്രസ് ഉണ്ടായിരിക്കും. അത് മാണി ആയാലോ, അല്ലെങ്കിൽ ജോസഫ് ആയിരിക്കും, അല്ലെ ബാലകൃഷ്ണപിള്ള ആയിരിക്കും, അല്ലെ ജേക്കബ് ആയിരിക്കും, ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഒറ്റയാൾ പട്ടാളമായിട്ടും ഒക്കെ കുറേ കേരള കോൺഗ്രസ്സുകൾ ഉണ്ടല്ലോ. അപ്പോൾ ജോസ് കെ മാണി വലിയ മോഹത്തോടു കൂടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ആദ്യം ലീഗ് ചർച്ച നടത്തി. തിരുവമ്പാടി സീറ്റൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം പാല കൊടുക്കത്തില്ല. മാണി C കാപ്പൻ ഇനി ജന്മം ചെയ്താൽ അവിടുന്ന് മാറത്തില്ല. പിന്നെ പാലയിൽ പോയി 2021 നിൽക്കുകയും ചെയ്തു. തോറ്റ് തുന്നവും പാടി. അപ്പോൾ വളരെ സേഫായിട്ടുള്ള ഒരു ഇടമാണ് തിരുവമ്പാടി എന്ന് ലീഗ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പക്ഷേ എന്നാലും അങ്ങോട്ട് ജോസ് കെ മാണി അങ്ങോട്ട് തൃപ്തനായില്ല. പിന്നെ നിലമ്പൂരിലെ ഈ ഫലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണിക്ക് ഒന്നും കൂടി UDFലേക്ക് വരാനുള്ള ഒരു ആവേശമായി. കാരണം ഈ കൂടുതൽ സാധ്യത ഇനിയിപ്പോൾ UDFന് കാണുന്നുണ്ട്. വലിയ കൂടുതൽ സീറ്റൊന്നും നേടത്തില്ല. കഷ്ടി പുഷ്ടി ഒക്കെ ഇങ്ങനെ കയറി ഇരുന്ന് പോകാം. 2011 ഉമ്മൻചാണ്ടി അങ്ങനെ മുമ്പോട്ട് പോയതുപോലെയൊക്കെ ഇങ്ങനെ അങ്ങ് പോകാം. അപ്പോൾ അതിനു വേണ്ടി ആയാലും കുഴപ്പമില്ല. കാരണം അധികാരത്തിൽ അങ്ങനെ ഇരിക്കാമല്ലോ. അധികാരം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ലീഗിനെ പോലെ തന്നെയാണ് ജോസ് കെ മാണിക്കും. അപ്പോൾ അങ്ങനെ ചർച്ചകളൊക്കെ പുരോഗമിച്ചു.
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു ചിത്രം വ്യക്തമാകുമല്ലോ. കാരണം 2026 UDF അധികാരത്തിൽ വരികയാണ്. അതിൻ്റെ കൂടി ഇങ്ങനെ കയറി നിന്ന് അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് ഒരു 5 കൊല്ലം തേക്കാം. അത് കഴിയുമ്പോൾ മിക്കവാറും കേരളത്തിൽ UDF ഇല്ലാതാകും. അതും ജോസ് കെ മാണിക്കറിയാം. പിന്നെ കേരളത്തിൽ വളർന്നു വരുന്നത് BJP ആയിരിക്കും. 2031 BJPയുടെ ഭരണം ആരംഭിക്കും. അപ്പോഴത്തേക്ക് NDA മുന്നണിയിലേക്കും ചേക്കേറാം എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ്. അത് എല്ലാ പ്രാദേശിക പാർട്ടികൾക്കും അതുതന്നെയാണ്. അത്തരത്തിലുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. അതിലേക്കായിരിക്കും, NDA മുന്നണിയിലേക്കായിരിക്കും പോക്കുണ്ടാകുന്നത്. ഇപ്പോൾ പാലോട് രവി തന്നെ അതാണ് പറഞ്ഞത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുതൽ കോൺഗ്രസ് തകർന്നടിയാൻ പോകുന്നു. നിയമസഭാ സീറ്റിൽ 60 സീറ്റിൽ ഉന്നം വച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അയാൾ ഇറങ്ങി കളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭയിൽ പണം കൊടുത്ത് രാജ്യസഭാംഗമായി സഹമന്ത്രിയായി ഒക്കെയുള്ള അദ്ദേഹത്തെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പണം ഇറക്കി തന്നെ കളിക്കും. കോൺഗ്രസ്സുകാർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കോവി തൊടേണ്ടി വരും എന്നാണ് പറയുന്നത്. ഘടകകക്ഷികളെല്ലാം മറ്റിടങ്ങളിലേക്ക് പോകും. കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറും എന്നും പാലോട് രവി പറഞ്ഞിരിക്കുകയാണ്. ഇത് ജോസ് കെ മാണിയെ വല്ലാതെ അലട്ടുന്ന പ്രശ്നം തന്നെയാണ്. ഇങ്ങോട്ട് വരാനായിട്ടെല്ലാം തയ്യാറെടുപ്പൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഭ തന്നെ ഇടപെട്ടു. കുഞ്ഞുമാണി മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് പോരുക എന്നുള്ളത്. കാരണം അവർക്ക് സഭയ്ക്ക് ഇപ്പോൾ LDFിൽ വലിയ താല്പര്യമില്ല. കുഞ്ഞുമാണി എന്തായാലും ഈ എപ്പോഴും പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ പറയുന്ന അനുസരിച്ച് ചെയ്യുള്ളൂ. 2021 അങ്ങ് പോയതും അങ്ങനെയാണ്. അവരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം. അല്ലാതെ കുഞ്ഞുമാണിയോ പാർട്ടി കമ്മിറ്റി കൂടിയോ ഒന്നും അല്ല തീർച്ചപ്പെടുത്തുന്നത്. അത് പള്ളിക്കാരും കൂടെ തീർച്ചപ്പെടുത്തും. ഇപ്പോൾ സഭ തന്നെ നിർബന്ധമായി ആവശ്യപ്പെടുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് കേരള കോൺഗ്രസ്സുകൾ ഒന്നിക്കണമെന്നും പറയുന്നുണ്ട്. കേരള കോൺഗ്രസ് എല്ലാവരും കൂടെ ഒന്നിക്കുക എന്ന് പറയുന്നതൊന്നും ഒരു കാലത്തും ഉണ്ടാകത്തില്ല. ഒന്നിക്കാൻ പോകുമ്പോഴായിരിക്കും വീണ്ടും പിളരാൻ തുടങ്ങുന്നത്. കാരണം അത് കേരള കോൺഗ്രസിൻ്റെ സ്വതയുള്ള സ്വഭാവമാണ്. പിളർന്നില്ലെങ്കിൽ അവർക്കൊരു മനസ്സംതൃപ്തി ഉണ്ടാകത്തില്ല. വളർന്നുകൊണ്ടേയിരിക്കും. അതും KM മാണി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ സമീപകാലത്തായിട്ട് LDFിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് ഭരണത്തിൽ കൊണ്ട് നടക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞത്. വന്യമൃഗശല്യമൊക്കെ ഉന്നയിച്ചു. അതിനുവേണ്ടി അടിയന്തരമായി നിയമസഭ വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. LDF മുന്നണിയിൽ പറയേണ്ട കാര്യങ്ങളാണ് ജോസ് കെ മാണി അത് പരസ്യമായിട്ട് പറഞ്ഞത്. ആ പറഞ്ഞതിനെ തന്നെ പലരും ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പതുക്കെ LDFിൽ നിന്ന് ചാടി ഇങ്ങി പോരാം എന്ന് കരുതിയപ്പോഴാണ് ദാ കിടക്കുന്നു പാലോട് രവിയുടെ ഒരു പ്രസ്താവന. കോൺഗ്രസ് തീർന്നേ, കോൺഗ്രസിന് ഇനി രക്ഷയില്ലേ. അതാ കുഞ്ഞുമാണി ഇങ്ങോട്ടേക്ക് വരാനുള്ള കൂടും കുടുക്കയൊക്കെ എടുത്തത് തിരിച്ചങ്ങ് അതാ സ്ഥാനത്ത് കൊണ്ടുവച്ച് LDFിൽ തന്നെ നിലയുറപ്പിക്കാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.